മുസ്ലിം ലീഗുമായുള്ള സഹകരണ സാധ്യത പൂർണ്ണമായും തള്ളി സിപിഐഎം. ജമാഅത്തെ ഇസ്ലാമിക്കും എസ്ഡിപിഐക്കും ഒപ്പം ചേർന്ന് ലീഗ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്ന എം.വി. ഗോവിന്ദന്റെ വിമർശനം ഇതിന്റെ സൂചനയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയും പി.വി. അൻവറിന്റെ നീക്കങ്ങളുമാണ് ന്യൂനപക്ഷ നിലപാടിൽ മാറ്റം വരുത്താൻ സിപിഎമ്മിനെ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം. സിനോജ് തോമസ് തന്നെയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സിനോജ്, എന്തായാലും ഈ പരാമർശം അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം ഈ സിപിഎമ്മിന്റെ വാതിൽ അത് പൂർണ്ണമായും ലീഗിനെ അടച്ചു എന്നതിന്റെ സൂചന കൂടിയല്ലേ നൽകുന്നത്? ആര്യ, അതായത് ലീഗിനോടുള്ള CPM-ന്റെ സമീപനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാറിയിട്ടുണ്ട്. അത് ഇന്നലെ കൂടുതൽ ശക്തമായി പാർട്ടി സെക്രട്ടറി പറഞ്ഞു എന്ന് മാത്രം. അതായത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ലീഗ് SDP-യുമായും ജമാഅത്ത് ഇസ്ലാമിയുമായും കൂട്ടുകൂടി വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നു, യുവാക്കളൊക്കെ തന്നെ തീവ്ര ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാണ്, ഇപ്പോഴും തുടരുന്നു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പുറകോട്ട് പരിശോധിക്കുകയാണെങ്കിൽ 2-3 ദിവസം മുൻപ് കണ്ണൂരിൽ നടന്ന കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ യോഗത്തിലും അദ്ദേഹം സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ലീഗും SDP-യും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ചേർന്നൊരു കൂട്ടുകെട്ടാണ് പി.വി. അൻവറിന് പിന്നിലുള്ളത് എന്ന് അദ്ദേഹം കണ്ണൂരിൽ ആവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സംസ്ഥാന സമിതി ചേരുകയും എന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിച്ച ഘട്ടത്തിൽ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു ലീഗിൻ്റെ വർഗീയത തുറന്നു കാട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷ സമീപനത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന സമീപനത്തിൽ അതിനുശേഷം മാറ്റം വരുത്തിയിരിക്കുന്നു. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുമിച്ച് കണ്ട് ഒരേപോലെ പോരാടണം, ഒരേപോലെ എതിർക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പച്ചയും ചുവപ്പും തമ്മിൽ മാറ്റമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യ പ്രതികരണം ലീഗിനെതിരെ നടത്താൻ വേണ്ടി പോകുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ലീഗിന് അനുകൂലമായ പ്രസ്താവനകളാണ് ഇടത് നേതാക്കൾ നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഈ ഏക സിവിൽ കോഡ് വിഷയത്തിലും പൗരത്വ നിയമ ഭേദഗതിയിലൊക്കെ തന്നെ ലീഗുമായി സഹകരിക്കാൻ വേണ്ടി CPM ശ്രമം നടത്തിയിരുന്നു. വലിയ ചർച്ചകൾ നടന്നതാണ്, വിവാദങ്ങൾ നടന്നതാണ്. ലീഗിനെ പിന്തുണച്ച് CPM നേതാക്കൾ വന്നതാണ്. ലീഗ് വർഗീയ പാർട്ടിയല്ല, ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണെന്ന് വരെ CPM-ന്റെ നേതാക്കൾ പറഞ്ഞിരുന്നു. അതേ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ലീഗ് വർഗീയമായി ചിന്തിക്കുന്നു, വർഗീയ ചേരിചെരിവുണ്ടാക്കാൻ നോക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് CPM പോകുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CPM ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ഇറങ്ങിയത്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ CPM-ന് ലഭിച്ചില്ല, നഷ്ടമായി പോയി. അതുകൊണ്ട് ഇനി അങ്ങനെ ലീഗിനെ ഒപ്പം നിർത്തിയിട്ട് അല്ലെങ്കിൽ മയപ്പെടുത്തി നിർത്തിയിട്ട് കാര്യമില്ല. അവരുടെ പൊള്ളത്തരം തുറന്നു കാട്ടണം, അല്ലെങ്കിൽ ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തണമെന്ന് CPM തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ലീഗിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പി.വി. അൻവർ വിഷയം ഇതിന് കാരണമാണ്. കാരണം അൻവർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പിന്നാലെ തന്നെ സർക്കാരിനെതിരെ ലീഗ് നേതാക്കൾ ഓരോ ദിവസം കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. ലീഗുമായുള്ള സഹകരണ സാധ്യതകളെല്ലാം തള്ളുകയാണ് CPIM.